നമ്മുടെ ബുദ്ധിശക്തി കൂട്ടാൻ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വല്ല മാർഗങ്ങളും വല്ലതും ഉണ്ടോ? റോബർട്ട് റോസൻതാൾ എന്ന പ്രശസ്തനായ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ നടത്തിയ കുറച്ച് വിവാദപരമായിട്ടുള്ള ഒരു പരീക്ഷണവും അതിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ കണ്ടെത്തലുകളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കഥയായിട്ട് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ പരീക്ഷണത്തിൽ അദ്ദേഹം കണ്ടെത്തിയ കണ്ടെത്തലുകളെയാണ് റോസൻതാൾ എഫക്ട് അല്ലെങ്കിൽ പിഗ്മാലിയൻ എഫക്ട് എന്നറിയപ്പെടുന്നത്. പിന്നെ ഞാൻ കഥ പറയുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും ആയിരിക്കും, കാരണം ലേൺ ഇംഗ്ലീഷ് ത്രൂ സ്റ്റോറീസ് കൂടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. So let us start. The story is taking place in United States of America in 1938. ഈ കഥ നടക്കുന്നത് 1938 അമേരിക്കൻ ഐക്യനാടുകളാണ്. There lived a boy named Alex. അവിടെ അലക്സ് എന്ന് പറയുന്ന ഒരു ബാലൻ ജീവിച്ചിരുന്നു. He belongs to a working class family. അവന്റെ മാതാപിതാക്കൾ സാധാരണ തൊഴിലാളികളായിരുന്നു. He went to a public school there. അവൻ ഒരു പൊതുവിദ്യാലയത്തിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അമേരിക്കയിൽ പ്രൈവറ്റ് സ്കൂളുകളും പബ്ലിക് സ്കൂളുകളും ഉണ്ട്. പ്രൈവറ്റ് സ്കൂളുകളിൽ സാധാരണയായി ധനികരായ മാതാപിതാക്കളുടെ മക്കളാണ് പോയിക്കൊണ്ടിരുന്നത്. പബ്ലിക് സ്കൂളുകളിൽ അവിടുത്തെ സർക്കാരാണ് അവിടെ സാധാരണയായി പൈസ കൊടുക്കുന്നത്. സാധാരണക്കാരുടെ മക്കളൊക്കെ പോയിക്കൊണ്ടിരുന്നത് പബ്ലിക് സ്കൂളുകളാണ്. In school also he was just an average student. അപ്പൊ അവൻ സ്കൂളിലും അവൻ ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്നു. പഠനത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്നു. But one day a few people came to his school and conducted a test. ഒരു ദിവസം കുറച്ച് ആൾക്കാർ അവന്റെ ആ സ്കൂളിൽ വന്നിട്ട് ഒരു പരീക്ഷ നടത്തി. Everyone was made to participate in that, including Alex. ആ സ്കൂളിലുള്ള എല്ലാ വിദ്യാർത്ഥികളും, അലക്സ് ഉൾപ്പെടെ എല്ലാവരും ആ പരീക്ഷ എഴുതിപ്പിച്ചു. But after the test, the behavior of his teachers towards him changed drastically. പക്ഷേ ആ പരീക്ഷ കഴിഞ്ഞ് അവന്റെ അധ്യാപകർ അവനോടുള്ള സ്വഭാവം മൊത്തത്തിലങ്ങ് മാറി. കൂടുതൽ പരിപാലിക്കാനും കൂടുതൽ സ്നേഹിക്കാനും തുടങ്ങി. He is having no idea what is happening there. അവൻ എന്താണ് അവിടെ സംഭവിക്കുന്നത് അറിയാമല്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ സാധാരണ എല്ലാവരെയും പോലും അവൻ്റെ അടുത്ത് പെരുമാറിക്കൊണ്ടിരുന്ന അധ്യാപകർ പെട്ടെന്ന് ഒരു ദിവസം മുതൽ അവൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹത്തോടും കാര്യമായിട്ടും പെരുമാറുകയാണ്. And that continued for almost a year. ഏകദേശം ഒരു വർഷത്തോളം അത് നടന്നു. Again, exactly after 1 year, the same people came back to the same school and conducted a similar test. ഏകദേശം ഒരു വർഷം കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതേ ആൾക്കാർ അതേ സ്കൂളിലേക്ക് തന്നെ വന്നിട്ട് വീണ്ടും ആദ്യം നടത്തിയ ആ പരീക്ഷയുടെ സമാനമായിട്ടൊരു പരീക്ഷ വീണ്ടും നടത്തുകയാണ്. Now let us get to the experiment. ഇനി നമുക്ക് എക്സ്പെരിമെന്റിലേക്ക് നടത്താം. In 1938, Robert Rosenthal did a controversial experiment. 1938 റോബർട്ട് റോസൻതാൾ എന്ന ശാസ്ത്രജ്ഞൻ ഒരു വിവാദപരമായിട്ടുള്ള ഒരു പരീക്ഷ നടത്തി. He went to a public school in United States of America and then there he administered an IQ test. അദ്ദേഹം അമേരിക്കൻ ഐക്യനാടുകളിലെ ഒരു പൊതുവിദ്യാലയത്തിൽ ചെന്നിട്ട് ഒരു ബുദ്ധി അളക്കാനുള്ള ഒരു പരീക്ഷണം നടത്തി. And then he manipulated the score of the result. അദ്ദേഹം എന്താണെന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ പരീക്ഷയുടെ ഫലം അദ്ദേഹം കുറച്ച് ഉടായ്പ കാണിച്ചത്, കുറച്ച് തിരിമറി നടത്തി. He selected the names of average students and told to the teachers that these students are indeed intellectually gifted and are having superior intelligence. അദ്ദേഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സാധാരണ ബുദ്ധിശേഷിയുള്ള കുറച്ച് കുട്ടികളുടെ പേരെടുത്തിട്ട് അവരുടെ ടീച്ചർമാരോട് പറഞ്ഞു, ഈ കുട്ടികൾ ശരിക്കും പുലികളാണ്, അവരെ ശരിക്കും സൂക്ഷിച്ചോണം, അവർക്ക് ഭൗതിക ശക്തി വളരെ കൂടുതലുള്ള കുട്ടികളാണ് എന്ന് പറഞ്ഞു. And afterwards he left the school. അത് കഴിഞ്ഞ് അദ്ദേഹം ആ സ്കൂളിൽ നിന്ന് പോയി. Exactly after 1 year he returned back to the same school and conducted a similar IQ test. ഏകദേശം ഒരു വർഷങ്ങളോളം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം വീണ്ടും ആ സ്കൂളിലേക്ക് വന്നിട്ട് ബുദ്ധി അളക്കാനുള്ള സമാനമായിട്ടുള്ള ഒരു പരീക്ഷ വീണ്ടും നടത്തി. And when he see the results, he was really astonished. ഈ പ്രാവശ്യം അദ്ദേഹം ആ ഫലം കണ്ടത്തേക്ക്, ആ പരീക്ഷയുടെ ഫലം കണ്ടത്തേക്ക് ശരിക്കും ആശ്ചര്യപ്പെട്ടു പോയി. Because earlier some students who were just average, but he picked up and told to the teachers that they were extraordinary, has actually performed extraordinarily. അതായത് ആദ്യമേ സാധാരണയായിരുന്ന കുട്ടികൾ, പക്ഷെങ്കിൽ അദ്ദേഹം ടീച്ചർമാരോട് പറഞ്ഞത് ഒരു പുലികളാണെന്ന് പറഞ്ഞ പിള്ളേർ ശരിക്കും ഇപ്പൊ പരീക്ഷ നടത്തിയപ്പോൾ ശരിക്കും പുലികളായി മാറിയിരിക്കുന്നത്. അവരുടെ ബുദ്ധിശേഷി, അവരുടെ ഭൗതിക ശേഷി ഒത്തിരി മടങ്ങായിട്ട് വർദ്ധിച്ചിരിക്കുന്നത്. My dear friends, this is called Pygmalion effects. കൂട്ടുകാരെ, ഇതിനാണ് നമ്മൾ Pygmalion effect എന്ന് പറയുന്നത്. My dear friends, what might have happened here? കൂട്ടുകാരെ, നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവിടെ എന്തായിരിക്കും അദ്ദേഹം ചെയ്തത്? When the scientists told to the teachers that these students were exceptional, actually the teachers' expectation towards that students increased. അപ്പൊ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശാസ്ത്രജ്ഞന്മാർ, വളരെ പ്രശസ്തമായ ശാസ്ത്രജ്ഞരാണ്, അവർ വന്നിട്ട് അധ്യാപകരോട് പറയുവാണ്, ഈ കുറച്ച് കുട്ടികൾ വളരെ പുലികളാണ്, ഭയങ്കര ബുദ്ധിശേഷി കൂടുതലുള്ള കുട്ടികളാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ടീച്ചർമാർക്ക് ആ കുട്ടികളോടുള്ള പ്രതീക്ഷ, കുട്ടികളുടെ മേലുള്ള പ്രതീക്ഷ കണ്ടുപോകാനും കൂടി. ആൻഡ് സോ their behavior towards the students also changed. അപ്പൊ അതിന്റെ പരിണിത ഫലമായിട്ട് ടീച്ചർമാരുടെ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ടീച്ചർമാർ അവരോടുള്ള രീതി മൊത്തത്തിലങ്ങ് മാറി. ഹയർ എക്സ്പെക്ടേഷൻ ലീഡ് ടു ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ഇൻ എ ഗിവൺ ഏരിയ. ഉയർന്ന പ്രതീക്ഷ നിർദ്ദിഷ്ട മേഖലയിൽ മെച്ചപ്പെട്ട പ്രകടനത്തിലേക്ക് നയിക്കുന്നു. ഇതാണ് കൂട്ടുകാരെ ഇവിടെ സംഭവിച്ചത്. ടീച്ചേഴ്സ് എക്സ്പെക്ടേഷൻസ് were reached and they behaved accordingly and hence the result of the students were also increased. അപ്പൊ അതായത് ടീച്ചർമാരുടെ പ്രതീക്ഷ, ആ കുട്ടികളോട് അതിന്റെ പ്രതീക്ഷ കൂടി, അപ്പൊ അതനുസരിച്ച് അവർ പെരുമാറ്റം മാറ്റി, അപ്പോൾ കുട്ടികളുടെ ഭൗതിക ശേഷി വളരെയധികം കൂടി. Now the next question is how can we make this practical in our life? ഇനി അടുത്ത ചോദ്യം, എങ്ങനെയാണ് ഈ കാര്യം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രായോഗികമാക്കുന്നത്?
See, the Pygmalion effect worked because of two reasons. രണ്ട് കാരണങ്ങളാലാണ് ഇവിടെ Pygmalion effect വർക്ക് ആയത്. First thing is the teacher's expectation. The teachers had high expectation from the students because the scientists told them they were special. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടീച്ചർമാരുടെ പ്രതീക്ഷയാണ്. അവർക്ക് ടീച്ചർമാർക്ക് കുട്ടികളിൽ കൂടുതൽ പ്രതീക്ഷ ഉണ്ടായി. കാരണം ശാസ്ത്രജ്ഞന്മാർ അവരോട് പറഞ്ഞു ഇവര് ബുദ്ധിശേഷി കൂടുതലുള്ള കുട്ടികളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് പ്രതീക്ഷ കൂടുതൽ വെച്ച്. And second thing, that's most important thing. രണ്ടാമത്തെ കാര്യം നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. Take the case of the Alex. നമ്മൾ അലക്സിന്റെ ഉദാഹരണം എടുക്കാം. When the teacher started giving extra care to him, the Alex started to believe that he has something special in him. പെട്ടെന്ന് ഒരു ദിവസം മുതൽ ടീച്ചർമാർ അവന്റെ അടുത്ത് കൂടുതൽ പരിഗണനയൊക്കെ നൽകാൻ നൽകുമ്പോഴത്തേക്ക് അലക്സ് എന്ത് വിചാരിച്ചു, നമ്മുടെ കഥയിലുണ്ടായിരുന്ന കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. അലക്സ് വിചാരിച്ചു അവൻ എന്തോ കൂടുതൽ കാര്യങ്ങളുണ്ട്, അവൻ എന്തോ കഴിവുകളുണ്ട്, പ്രത്യേക കഴിവുകളുണ്ട്. അത് കാരണമായിരിക്കാം എന്റെ ടീച്ചർമാർ എന്നോട് ഇങ്ങനെയൊക്കെ, എന്റെ അധ്യാപകർ എന്നോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നത്, കൂടുതൽ ലാളിത്യം കാണിക്കുന്നത് അവൻ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ എന്ത് ചെയ്തു? സോ ഹി വർക്ക്ഡ് മോർ ഓൺ ഹിംസെൽഫ് ആൻഡ് thereby increased his performance. അപ്പൊ അതിന്റെ ഫലമായിട്ട് അവൻ കൂടുതൽ അധ്വാനിച്ചു. കാരണം ടീച്ചർമാരുടെ പ്രതീക്ഷയ്ക്കും അങ്ങനെയൊക്കെ വരത്തില്ലല്ലോ, അത് കാരണം അങ്ങനെയൊക്കെ പാടില്ലല്ലോ, അത് കാരണം അവൻ കൂടുതൽ സ്വയം അധ്വാനിച്ചു. അതിന്റെ പരിണാമ ഫലമായി അവന്റെ ഭൗതിക ശേഷി കൂടി. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, വി ക്യാൻ നെവർ കൺട്രോൾ വാട്ട് അവർ ടീച്ചേഴ്സ് വിൽ തിങ്ക് അബൌട്ട് us. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ടീച്ചർമാര് നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കുന്നുള്ള കാര്യം നമുക്കൊരിക്കലും നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമില്ല. ബട്ട് we can always Pygmalion ourselves. പക്ഷെ നമുക്ക് സ്വയം ആ Pygmalion effect അപ്ലൈ ചെയ്യാൻ പറ്റും. It's very simple. Just trust in yourself that you can do. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്ക് പറ്റുന്നു. പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രായോഗികമാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ഉദാഹരണം എടുക്കുക. നിങ്ങൾ കണക്കിന്റെ പുസ്തകം എടുത്തിട്ട് നിങ്ങൾ വിചാരിക്കണം എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ മനസ്സ് നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഓരോരോ ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും. എന്നിട്ട് ഏറ്റവും അവസാനം നിങ്ങൾ പറയും എന്നെ കൊണ്ട് പറ്റത്തില്ല, ദേ നോക്കി എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി, ഞാൻ പഠിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുക. നേരെ മറിച്ച് നിങ്ങൾ വിശ്വസിക്കുകയാണ് എനിക്കിത് പറ്റും എന്ന് പറഞ്ഞ് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ പഠിക്കാൻ സഹായിക്കും. ഈ കാര്യങ്ങൾ പറയാൻ എളുപ്പമാണ്, പ്രായോഗികമാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് Pygmalion എഫക്ട് അല്ലെങ്കിൽ റോസൻതാൾ എഫക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ റോസൻതാളിന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? ചോദ്യം ഇതായിരുന്നു: ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണെന്ന ചോദ്യം എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അതിന് ഒരു കറക്റ്റ് ഉത്തരം ഒരു കൊച്ചു കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടുകാരായിക്കട്ടെ ഇന്നത്തെ ബിഗ് സല്യൂട്ട്. പിന്നെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെങ്കിൽ ആലോചിച്ച് മാത്രം പറയുക. ലോകത്തിലെ ഏറ്റവും വലിയ ഡെസേർട്ട് ഏതാണ്? Okay friends, I will be coming back with the right answer, another story. Till then, goodbye.